ഇറാനെ സാമ്പത്തികമായി ഞെരുക്കാനുള്ള എക്കണോമിക് ഡി ഡേയ്ക്ക് തുടക്കമിട്ടതായി യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റാണ് ശക്തമായ ഉപരോധ നടപടികൾ പ്രഖ്യാപിച്ചത്. ഇറാനുമായി വ്യാപാരം നടത്തുകയോ സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയോ ചെയ്യുന്ന മൂന്നാം കക്ഷികൾ, ബാങ്കുകൾ, കമ്പനികൾ എന്നിവയെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. പ്രധാനമായും ഇറാന്റെ ഓയിൽ വാങ്ങുന്ന കമ്പനികളെയൊക്കെ അമേരിക്ക ലക്ഷ്യമിടുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിനുള്ള വിശദീകരണം ഇറാന്റെ സൈനിക ശേഷി തകർത്ത് തരിപ്പണമാക്കിയെന്ന് അമേരിക്ക പറയുന്നു. അത് ട്രംപിന്റെ നേതൃത്വത്തിലാണ്. ഒരു മൂന്നാം ഘട്ടമാണ് ഇത്. ഇപ്പോൾ ഇതിനുശേഷം യുദ്ധം നിർണായകമായ അന്തിമഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നാണ് അവകാശവാദം. ഏതായാലും ഇത് എക്കണോമിക് ഡി ഡേ എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. മനു, ഇതൊരു പ്രധാനപ്പെട്ട നീക്കമാണല്ലോ. ഇതിനകം തന്നെ നിരവധി ഉപരോധങ്ങൾ ഇറാനെതിരെയുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഏജൻസികളും, ഇറാനെ സഹായിക്കുന്ന എല്ലാ ഏജൻസികളും, സാമ്പത്തിക സ്രോതസ്സുകളും, ഇറാൻ്റെ എണ്ണ വാങ്ങുന്ന കമ്പനികളും മറ്റും പ്രധാനമായും ലക്ഷ്യത്തിലാകുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രതിസന്ധി അല്ല ഉണ്ടാക്കുക. രഞ്ജിത്ത്, ഇത് അമേരിക്ക ഇറാനെ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന പേരിൽ ആക്രമിച്ചത് ആ ദിനത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്. ആ എപ്പിക് ഫ്യൂറി ഇപ്പോൾ എക്കണോമിക് ഫ്യൂറി എന്ന നിരത്തിൽ മാറുകയാണെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം പറയുന്നു. ആ ഓപ്പറേഷൻ എക്കണോമിക് ഫ്യൂറിയാണിത്. ഈ US ട്രഷറി സെക്രട്ടറി ഫിനാൻഷ്യൽ ടൈംസിന് കൊടുത്ത ഒരു ഒപ്പീനിയൻ ആർട്ടിക്കിളിലാണ് ഇത് സംബന്ധിച്ച് ചില നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഇറാനെ സാമ്പത്തികമായി തകർക്കുക എന്നതാണ് അമേരിക്ക ഇനി ലക്ഷ്യമിടുന്നത്. ആയുധപരമായുള്ളൊരു ആക്രമണത്തിൽ നിന്ന് കുറച്ച് വഴുതി മാറി ഇനി സാമ്പത്തിക ആക്രമണം എന്ന ഒരു രീതിയാണ് അവലംബിക്കുന്നത് എന്ന് പറയുന്നു. ധനകാര്യ മേഖലകൾ, ബാങ്കുകൾ, അതുപോലെ സ്ഥാപനങ്ങൾ, ഈ കയറ്റുമതി ഇറക്കുമതി, ഷിപ്പിംഗ് കമ്പനികൾ, ഇവരോടൊക്കെ ഇറാനിൽ നിന്ന് അകലം പാലിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് അമേരിക്ക പ്രധാനമായി നൽകുന്നത്. അപ്പോൾ ഇറാനിയൻ പെട്രോൾ എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു വരുമാന മാർഗം. അത് ഇമ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ ഒന്ന് ചൈനയാണ്, മറ്റൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ സ്വാഭാവികമായും അത്തരം രാജ്യങ്ങളോട് ഒക്കെ ഇറാനിൽ നിന്ന് മാറാനായുള്ള ഒരു ആവശ്യം ഉണ്ടാകും. ചൈനയാണ് ഏറ്റവും കൂടുതൽ ഇറാനിൽ നിന്ന് ഈ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. അവരുടെ കസ്റ്റംസ് ഡയറി അത് അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ലഭ്യമായ അറിവനുസരിച്ച് ഇറാൻ്റെ എണ്ണ കൂടുതൽ ചൈന വാങ്ങിക്കുന്നു. ഇത് എന്തായാലും അംഗീകരിക്കാൻ അമേരിക്ക തയ്യാറായാൽ ചൈനയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് ഇവിടെ ഒരു ലക്ഷ്യം. ഈ ഒരു സമ്മർദ്ദം ചൈനയ്ക്ക് മുകളിൽ ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ പ്രഖ്യാപിക്കാതിരിക്കുക എന്നതാണ് ഒരു ലക്ഷ്യം. ഏതായാലും US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസറ്റ് കുറേ കഴിയുമ്പോൾ മാധ്യമങ്ങളെ കാണും. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഇതിനെപ്പറ്റി ആരായും എന്നാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഒരു തുടക്കഫലം എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇറാൻ്റെ നാണയം എക്കാലത്തെയും വലിയ ഒരു വീഴ്ച അതിന് സംഭവിച്ചിരിക്കുന്നു. മൂല്യത്തകർച്ചയിലേക്ക് അവിടുത്തെ റിയാലിൻ്റെ മൂല്യം അങ്ങേയറ്റത്തെ ഒരു തകർച്ചയിലേക്ക് വന്നിരിക്കുന്നു. അതൊരു ഹിസ്റ്റോറിക് ലോ, ചരിത്രപരമായ താഴ്ന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഡോളറിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ 2.2 മില്യൺ റിയാൽ പെർ US ഡോളർ എന്ന തരത്തിലേക്ക് അത് കുത്തി താഴേക്ക് വീണിരിക്കുന്നു എന്നതാണ് അതിലെ ഒരു സുപ്രധാനമായ കാര്യം. പക്ഷേ ഏതായാലും ഇറാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പറയുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുന്നതിൻ്റെ അർത്ഥം തന്നെ സൈനികമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതിൻ്റെ വളരെ കൃത്യമായൊരു തെളിവാണ്. അമേരിക്ക തോൽവി സമ്മതിച്ചിരിക്കുകയാണ്. ആയുധങ്ങൾ കൊണ്ട് അമേരിക്കയ്ക്ക് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി സാമ്പത്തിക ഉപരോധത്തിലേക്ക് നീങ്ങുന്നു. അതിനെ അതേ ഗൗരവത്തോടു കൂടി നേരിടണം എന്ന നിലപാടാണ് IRCG ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. ഹോർമൂസ് കടലിടുക്കിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കുക, മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള എണ്ണ നീക്കം തടസ്സപ്പെടുത്തുക, അമേരിക്കയെ അതുവഴി ഒരു സമ്മർദ്ദത്തിലാണ്. കാരണം ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് എണ്ണ ഗതാഗതം നടക്കാതിരുന്നാൽ അവിടെ നിന്നൊക്കെയുള്ളൊരു സമ്മർദ്ദം ഉണ്ടാകും. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് മുകളിൽ ഒരു സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കുക എന്ന ഒരു ലക്ഷ്യം ഇറാനുണ്ട്. ഈ ഊർജ്ജ സ്രോതസ്സുകൾ ഇങ്ങനെ തടസ്സപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ടായാൽ അത് ദീർഘനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ലോകരാജ്യങ്ങൾക്കാകില്ല. അതാണ് മനു ഭരത് നൽകുന്ന വിശദാംശങ്ങൾ. പക്ഷേ ഇറാന് ഇതിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണമല്ലോ മനു. ഇറാനെതിരെ സാമ്പത്തിക യുദ്ധം US തുടരുകയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും കയറ്റുമതി ചെയ്യില്ല എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. US പ്രസിഡന്റ്
ട്രംപ് ഇറാനെതിരെ കടുത്ത സാമ്പത്തിക നടപടി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ മുന്നറിയിപ്പ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സാമ്പത്തിക യുദ്ധം തുടരുകയാണെങ്കിൽ ഹോർമുസ് കടലിടുക്കിലൂടെയോ ഗൾഫിലെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നോ ഒരു തുള്ളി എണ്ണ പോലും കയറ്റുമതി ചെയ്യില്ല എന്നാണ് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതി മേധാവി മൊഹസിൻ റസായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ജനങ്ങൾക്കെതിരെ അമേരിക്ക നടത്തുന്ന സാമ്പത്തിക യുദ്ധത്തിൽ പങ്കാളികളാകുന്ന ഏതോ രാജ്യത്തിൻ്റെയും പ്രവർത്തനത്തെ യുദ്ധമായി കണക്കാക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. അതിശക്തമായ സാമ്പത്തിക ഉപരോധത്തിലേക്ക് US നീങ്ങിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ വെല്ലുവിളി. മനു, ഇതൊരു ചെറിയ വെല്ലുവിളി അല്ല. കാരണം കൃത്യമായ മറുപടി ഇറാൻ നൽകിയിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഇനി അത് തുടർന്നാൽ റിഫൈനറികളെ ആക്രമിച്ചാൽ, ഷിപ്പുകളെ ആക്രമിച്ചാൽ, സൗദി അടക്കമുള്ള സ്ഥലങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളെ ആക്രമിച്ചാൽ അത് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ലോകക്രമത്തെ കൊണ്ടുപോകും. സംശയമില്ല. ഇനിയും ഒരുപാട് ആയുധങ്ങൾ ബാക്കിയുണ്ട് ഇറാന്. യെസ് രഞ്ജിത്ത്, അത് വളരെ കൃത്യമാണ്. ആ സൂചന തന്നെ ഇറാൻ നൽകുന്നു. ഇപ്പോൾ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് ഇസ്മയിൽ ബഗാഗി ഉപയോഗിച്ചൊരു വാക്ക് ആക്ട് ഓഫ് വാർ എന്നാണ്. അത് ഇറാന് എതിരെയുള്ള അമേരിക്കയുടെ ഈ സാമ്പത്തിക ഉപരോധത്തിൽ ഏതെങ്കിലും രാജ്യം പങ്കെടുക്കുകയാണെങ്കിൽ അവർ ഇറാന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചതായാണ് കണക്കാക്കുക. ആ നിലയ്ക്കായിരിക്കും അതിനോടുള്ള ഒരു പ്രതികരണം ഉണ്ടാകുക എന്ന് പറയുന്നു. അതുപോലെ ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ ഗതാഗതം അല്ലെങ്കിൽ ചരക്കു നീക്കം വളരെ കർശനമായി നിയന്ത്രിക്കപ്പെടും എന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു. അതുവഴി ഇറാൻ്റെ അനുമതിയില്ലാതെ കപ്പൽ ഗതാഗതം അനുവദിക്കില്ല എന്ന ഒരു ഉറപ്പിച്ച നിലപാട് സ്വീകരിക്കുന്നു. അത് ഇറാനുമുള്ള ഈ സാമ്പത്തിക ഉപരോധം ആ പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരും എന്ന് അമേരിക്ക പ്രത്യാശിക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ അവകാശപ്പെടുമ്പോൾ അതല്ല സംഭവിക്കുക. അത് അതിനേക്കാൾ വലിയ രൂക്ഷമായ സാഹചര്യങ്ങളിലേക്ക് കാര്യത്തെ കൊണ്ടെത്തിക്കും എന്ന ഒരു സൂചനയാണ് ഇറാൻ നൽകുന്നത്. രഞ്ജിത്ത്.